ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 5 ക്ലാസ്സുകളായിട്ട് നാം ചിന്തിച്ചു വരുന്നത് അന്ത്യോക്യ സഭയെക്കുറിച്ചാണ്. ആധുനിക സ്ഥലം സഭകൾക്ക് ഒരു മാതൃക അന്ത്യോക്യ സ്ഥലം സഭ. അതില് പല വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായല്ലോ. പല പ്രത്യേകതകൾ നമ്മൾ അതിലൂടെ കണ്ടു. ദൈവകൃപ പ്രാപിച്ച സഭയായിരുന്നു അന്ത്യോക്യ സഭ. രണ്ടാമത് നമ്മൾ കണ്ടത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സഭ, ആരാധിക്കുന്ന സഭ, ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടായിരുന്ന സഭ. ഒരുമിച്ച് ആരാധിക്കുന്ന സഭ, ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടായിരുന്ന സഭ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് സമർത്ഥരായ പരിപാലകരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്ന സഭ. സമർത്ഥരായ പരിപാലകരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്ന സഭ. ഏതാണ്ട് അതില് 5 പേരെ കുറിച്ചാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു അല്ലാതെയും പല ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. തീത്തോസ് അന്ത്യോക്യയിൽ ഉള്ളവരാണ്. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ബർന്നബാസിനെ കുറിച്ച് വളരെ വിശദമായിട്ട് അല്പം ചിന്തിച്ചു. അതുപോലെ മറ്റു ഉള്ളവരെ കുറിച്ചും നമുക്ക് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന തലത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. ഒരു സ്ഥലം സഭയില് കർത്താവിനാൽ നിയോഗിക്കപ്പെടുന്ന 13-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 13-ന്റെ 1-ാമത്തെ വാക്യമാണ്. ഒരു സ്ഥലം സഭയിൽ കർത്താവിനാൽ നിയോഗിക്കപ്പെടുന്ന മൂപ്പന്മാർ അല്ലെങ്കിൽ ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ശുശ്രൂഷകർ, സുവിശേഷകർ, ഇവർ ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ അല്പ കാര്യങ്ങളുടെ ഉപദേഷ്ടാക്കന്മാര് അതിനെക്കുറിച്ചുള്ള അല്പമായ കാര്യങ്ങളിലൂടെ ചിന്തിച്ചതിന് ശേഷം മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ നമ്മൾ കാണാനായിട്ട് കഴിയും. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. 12-ാമത്തെ വാക്യത്തിൽ എന്തിനു വേണ്ടിയാണ് അത് നിയമിച്ചിരിക്കുന്നത്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള നിയമനങ്ങൾ ദൈവം പരിശുദ്ധാത്മാവിനാൽ ചെയ്യുന്നത്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അപ്പോൾ ഇതിന്റെ ഉദ്ദേശ്യം അവിടെ പ്രധാനമായിട്ടും വെളിപ്പെടുത്തുന്നുണ്ട്. സഭയുടെ വളർച്ചയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എഫേസ്യർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം പ്രധാനമായിട്ടും സാർവത്രിക സഭയെ ഉദ്ദേശിച്ചാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെങ്കിലും സാർവത്രിക സഭയുടെ ഭാഗമാണല്ലോ പ്രാദേശിക സഭ. അതുകൊണ്ട് അവിടെയാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാനായിട്ട് ഇടയാകുന്നത്. സഭയുടെ വളർച്ച, സാർവത്രിക സഭയുടെ അല്ലെങ്കിൽ സ്ഥലം സഭയുടെ വളർച്ചയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. 4-ന്റെ 13 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്ക്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്തു തലയാണ് സഭയുടെ. സഭ എന്ന് പറയുന്നത് ശരീരവുമായിട്ട് നമ്മൾ ഈ എഫേസ്യരുടെ ലേഖനത്തിലും റോമർക്ക് എഴുതിയ ലേഖനത്തിലും അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ അവരുടെ ആത്മീക വർധനയ്ക്ക്, ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കായിട്ട് ദൈവം നടത്തുന്ന ചില നിയമനങ്ങളുണ്ട്. അതാണ് ഈ പറഞ്ഞ എഫേസ്യർ 4-ന്റെ 12 മുതലുള്ള 11 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. എന്തിനു വേണ്ടിയാണ്? ദൈവപുത്രനിലുള്ള വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും എല്ലാവർക്കും ഐക്യമുണ്ടാകണം. എന്തിനാണ് ഈ നിയമനങ്ങൾ?
ഉപദേഷ്ടാക്കന്മാരുടെയും ഇടയന്മാരുടെയും ഒക്കെ നിയമനങ്ങൾ എന്തിനാണെന്ന് പൗലോസ് ഇവിടെ എടുത്തു പറയുകയാണ്. ദൈവപുത്രനിലുള്ള വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ സഭ ഒന്നാകെ ഐക്യമുണ്ടാകണം. അതിൽ യാതൊരു ഭിന്നതയും ഉണ്ടാകാനായിട്ട് പാടില്ല. ഈ വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും എല്ലാവരും ഒരുപോലെ വളർന്നു വരണം. അതാണ് ഇവിടെ ഐക്യത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് അവിടെ കാണുന്നുണ്ട് തികഞ്ഞ പുരുഷത്വം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ശിശുക്കൾ എന്ന നിലവാരത്തിൽ നിന്ന് മുതിർന്ന് ശരിയായ വളർച്ച പ്രാപിക്കണം. ഇതൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. വിശ്വാസികൾ ജനിക്കുന്ന രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ എന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ ശിശുക്കളായ വിശ്വാസികൾ ആ നിലവാരത്തിൽ നിന്നും മുതിർന്ന് ശരിയായ ഒരു വളർച്ച പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഈ നിയമനങ്ങൾ ഉതകണം. അടുത്ത മൂന്നാമത് അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കണം. ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ്. ഇവിടെ പ്രായം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വയസ്സല്ല, അവിടെ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ് അത് പ്രാപിക്കണം. ക്രിസ്തുവിനോടുള്ള നിറവ് പ്രാപിക്കണം. ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട് ക്രിസ്തു എന്ന തലയോളം വളരണം, ക്രിസ്തുവിനോളം ആകണം. ഇത് ശരിക്കും പൂർണ്ണമാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ നമ്മുടെ പ്രത്യക്ഷതയോടുകൂടെ നമ്മുടെ രൂപാന്തരത്തോടുകൂടെയാണ് സംഭവിക്കുന്നതെങ്കിലും ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ അവരെ അത്തരത്തിൽ വളർത്തി എത്രത്തോളം എത്തിക്കാവുന്നു ശിശു എന്നുള്ള നിലയിൽ നിന്നും ക്രിസ്തുവാകുന്ന സമ്പൂർണതയിലേക്ക് എത്തിക്കുവാനായിട്ട് ഇവരെ കൊണ്ട് കഴിയണം. അല്ലെങ്കിൽ ഇവർ അതിനായിട്ട് പ്രയത്നിക്കണം. സഭയിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞാൽ സമ്പൂർണമാണ്. ക്രിസ്തുവിന്റെ ജീവിതം സമ്പൂർണമാണ്. അവന്റെ എല്ലാം സമ്പൂർണമാണ്. അവനിൽ ഒരു ഊനവുമില്ല. അത് നമുക്കറിയാം. നമുക്ക് ഈ ജിം എലിയോട്ടിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ജിം എലിയോട്ട് തന്റെ ഡയറിയിൽ 29-ാമത്തെ വയസ്സിൽ ഈ ഓട്ക വിഭാഗത്തിന്റെ ആദിവാസികളുടെ വിഷ അമ്പ് എയ്ത് മരിച്ച ഒരു വ്യക്തിയാണ്, മിഷണറിയാണ് ജിം എലിയോട്ട്. ആ ജിം എലിയോട്ടിന്റെ ഡയറി കുറിപ്പുകൾ തന്റെ ഭാര്യ എലിസബത്ത് വായിച്ചപ്പോൾ അവിടെ ഉള്ള തന്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു. അതാണ് എലിസബത്തിന് വീണ്ടും ഈ ഉറാണി വിഭാഗങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും പറഞ്ഞയക്കുവാനും ധാരാളം പേർ രക്ഷിക്കപ്പെട്ട് ഈ കൊന്ന ആള് പോലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുന്നോട്ട് വന്ന ഒരു പാസ്റ്ററായി തീരുവാൻ ഇടയായത് അതിൽ നിന്നാണ്. ആ ഡയറി കുറിപ്പിൽ എഴുതിയിരുന്നു, എനിക്ക് ദീർഘായുസ് വേണ്ട ദൈവമേ. ആരുടെ പ്രാർത്ഥനയാണ്? ജിം എലിയോട്ടിന്റെ പ്രാർത്ഥന. ഞാൻ ദീർഘായുസ് ചോദിക്കുന്നില്ല, അങ്ങേപ്പോലെ പൂർണ്ണമായ ഒരു ആയുസ് എനിക്ക് നൽകണമേ. അങ്ങേപ്പോലെ പൂർണ്ണമായ ഒരു ആയുസ്. കർത്താവായ യേശു ക്രിസ്തു 33.5 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അത് പൂർണ്ണമായിരുന്നു. ആ വയസ്സിനുള്ളിൽ തനിക്ക് ചെയ്തു തീർക്കേണ്ടതെല്ലാം കൃത്യമായിട്ട് ചെയ്തു തീർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിഞ്ഞു. അതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ശരിയായ തലത്തിൽ ചെയ്തു തീർക്കുക, അതാണ് പൂർണ്ണത. അല്ലാതെ കുറെ കാലം ഇങ്ങനെ ജീവിച്ചിരുന്നത് കൊണ്ട് യാതൊരു ഫലവും ഇല്ലെന്നാണ് ജിം എലിയോട്ട് പറയുന്നത്. തന്റെ പ്രാർത്ഥന അപ്രകാരമായിരുന്നു. എന്നാൽ തന്റെ 29-ാമത്തെ വയസ്സിൽ തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും തന്റെ പിൻഗാമിയായിട്ട് തന്റെ ഭാര്യയിലൂടെ ധാരാളം മിഷണറിമാര് അവിടെ എഴുന്നേൽക്കുവാനും തന്നെ കൊന്ന ഈ മിഷണറിയെ കൊന്ന ആ വ്യക്തി പോലും, അദ്ദേഹം പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, ആ വ്യക്തി പോലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുന്നോട്ട് വരികയും ഈ ജിം എലിയോട്ട് മരിക്കുമ്പോൾ എലിസബത്ത് സെക്കൻഡ് പ്രഗ്നന്റ് ആയിരുന്നു, രണ്ടാമത് പ്രഗ്നന്റ് ആയിരുന്നു. അങ്ങനെ ജനിച്ച ആ കുഞ്ഞ് വളർന്ന് വന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ ആ കുഞ്ഞിനെ മുതിർന്നപ്പോൾ സ്നാനപ്പെടുത്തിയത് ഈ ജിം എലിയോട്ടിനെ കൊന്ന വ്യക്തിയാണ്. ഇതാണ് ജിം എലിയോട്ടിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. താൻ ആഗ്രഹിച്ചത് അതാണ്. അത്തരത്തിലുള്ള ഒരു ആത്മീക പക്വതയിലേക്ക്, ആത്മീകമായ ഒരു മെച്യൂരിറ്റിയിലേക്ക് വിശ്വാസികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ നിയമനങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശ്യം. പ്രിയമുള്ളവരെ, അതിനായിട്ട് വിശ്വാസികൾ വഴങ്ങണം. മാത്രമല്ല, അതിനായിട്ട് ആക്കി വയ്ക്കപ്പെട്ടവർ, ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും അതിനായിട്ട് ആവോളം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിച്ചുകൊള്ളുകയാണ്. അവിടെ പറയുന്നുണ്ട്, അങ്ങനെ അവസാനം പറയുന്നുണ്ട്, അങ്ങനെ വിശുദ്ധന്മാർ യഥാസ്ഥാനത്വം പ്രാപിക്കണം. യഥാസ്ഥാനത്വം എന്നവിടെ മലയാളത്തിൽ പറയുന്നതിന് ഇംഗ്ലീഷിൽ പെർഫെക്ഷൻ
യഥാർത്ഥത്തിലുള്ള ഒരു പെർഫെക്ഷൻ, ആത്മീകമായ ഒരു പൂർണ്ണത ഇതിലൂടെ സഭാജനങ്ങൾ പ്രാപിക്കണം എന്നുള്ളതാണ് ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഈ നിയമനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. സഭയിൽ, സാർവത്രിക സഭയിൽ ഉൾപ്പെടെയാണ് ഈ നിയമനങ്ങൾ. അത് മാത്രമല്ല, സഭയിൽ, പ്രാദേശിക സഭയിൽ ആണ് അത് തുടങ്ങേണ്ടത്. എഫേസ്യർക്കെഴുതിയ ലേഖനം 3:5 ഒരു മർമ്മം പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം. ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതായത് അവിടെ നമ്മൾ വായിച്ചത്, ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ഈ അപ്പോസ്തലത്വം എന്നുള്ളത് ഇന്ന് നമുക്ക് ഇല്ല. അപ്പോസ്തലത്വം അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന ആ പദവി, ആ പൊസിഷൻ ഇന്ന് ഇല്ല, അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? നമ്മൾ എഫേസ്യർ ലേഖനം 2:20 വായിക്കുന്നുണ്ട്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇന്ന് സഭ, സാർവത്രിക സഭ പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിലാണ്. അടിസ്ഥാനം കഴിഞ്ഞു, ഇനി അടിസ്ഥാനം ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്നുള്ള ആ പൊസിഷൻ, ആ സ്ഥാനം ഇന്ന് ഇല്ല, ഒരു സഭകളിലും ഇല്ല. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ തീർന്നുപോയതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എഫേസ്യർ ലേഖനം 3:5 ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. സൺസ് ഓഫ് മെൻ ഇൻ അതർ ജനറേഷൻ, മറ്റു തലമുറകൾക്ക് അറിവായി വന്നിരുന്നില്ല. ഈ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടതുപോലെയുള്ള വെളിപ്പാടുകൾ, പ്രവാചകന്മാർ മുന്നേ പ്രവചിച്ചിരുന്നതുപോലെയുള്ള പ്രവചനങ്ങൾ പിന്നീടുള്ള തലമുറകളിൽ ഇല്ല. അതുകൂടെ പൗലോസ് വ്യക്തം. മുമ്പേയും പല തലമുറകളിലും അപ്പോസ്തലത്വമില്ല. ഇതുപോലെ തന്നെ സൺസ് ഓഫ് മെൻ ഇൻ അതർ ജനറേഷൻ, മറ്റു പാരമ്പര്യത്തിൽ, മറ്റു തലമുറകളില് ഇത് നമുക്ക് ഈ അപ്പോസ്തലത്വം, പ്രവാചകത്വം എന്നുള്ളത് ഇല്ല എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കണ്ടത് എഫേസ്യരുടെ ലേഖനം 4-ാം അധ്യായത്തില് നമ്മൾ കണ്ടത് അതാണല്ലോ. 4:11 ചിലരെ അപ്പോസ്തലന്മാരെ, അതില്ല. പ്രവാചകന്മാരും ഇന്ന് സഭയിൽ അല്ലെങ്കിൽ സാർവത്രിക സഭയിൽ പോലും ഇല്ല. ചിലരെ സുവിശേഷകന്മാരായി നിയമിച്ചിരിക്കുന്നു. സുവിശേഷകന്മാർ എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തനം സഭയ്ക്കുള്ളിലല്ല, ആണോ? അല്ല, അവർ ഈ പ്രാദേശിക സഭയ്ക്ക് വെളിയിലാണ് അവരുടെ പ്രവർത്തനം. എന്നാൽ അവരുടെ ശുശ്രൂഷയിലൂടെ, അവരുടെ പ്രവർത്തനത്തിലൂടെ ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തി ചില സ്ഥലം സഭകൾ രൂപീകൃതമാകണം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ടല്ലോ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അങ്ങനെയുള്ള ഒരു ചേരൽ, വേർപെട്ടു കൂടി വരുന്ന ഒരു ചേരൽ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകണം. അപ്പോൾ ഈ സുവിശേഷകന്മാരിലൂടെ അത്തരത്തിലുള്ള സ്ഥലം സഭകൾ രൂപം പ്രാപിക്കണം, സ്ഥലം സഭകളുടെ രൂപീകരണം സംഭവിക്കണം. അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആര്? സുവിശേഷകന്മാർ എന്ന് പറയുന്നത്. എന്നാൽ അത്തരത്തിൽ രൂപം പ്രാപിക്കുന്ന സഭയിൽ, ഈ സുവിശേഷകൻ എന്ന് പറയുന്ന സഭയ്ക്ക് വെളിയിൽ ആണ് പ്രവർത്തനം, പക്ഷെ സുവിശേഷകൻ സഭയില, അല്ലേ? സുവിശേഷകൻ സഭയില. സുവിശേഷകന്റെ പ്രവർത്തനം പ്രധാനമായിട്ടും എവിടെയാണ്? വെളിയിലാണ്. എന്നാൽ ഇത്തരത്തിൽ രൂപം പ്രാപിക്കുന്ന സ്ഥലസഭകളുടെ പ്രാഥമിക ഘട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീക വർധനത്തിനായിട്ട് അവരും പ്രവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ തിമോത്തിയോസിന് പൗലോസ് എഴുതുമ്പോഴും തീത്തോസിന് എഴുതുമ്പോഴും ഒക്കെ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. തുടർന്ന് അങ്ങനെ രൂപം പ്രാപിക്കുന്ന സഭയിൽ അവിടെ തന്നെ ഉപദേഷ്ടാക്കന്മാരും ഇടയന്മാരും ഉണ്ടാകണം, ശുശ്രൂഷകന്മാരും ഉണ്ടാകണം. അവരെ എഴുന്നേൽപ്പിക്കണം, പരിശുദ്ധാത്മാവിനാൽ എഴുന്നേൽപ്പിക്കണം. അതുവരെയും ഈ സുവിശേഷകന്റെ പ്രവർത്തനം സഭയ്ക്കുള്ളിലും തുടരണം. അപ്പൊ സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ അവനെ വെറും സുവിശേഷം അറിയിക്കുക മാത്രമാണ് അവന്റെ കർത്തവ്യം എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും തള്ളാറുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കർത്തവ്യം. എന്നാൽ രൂപം പ്രാപിക്കുന്ന സഭയില്
പ്രാഥമികമായിട്ട് ഉപദേഷ്ടാക്കന്മാർ, ശുശ്രൂഷകന്മാർ, ഇടയന്മാർ ഇല്ലാതെ ഇരിക്കുമ്പോൾ ആ സുവിശേഷകന് ആ സഭയെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ വിശുദ്ധന്മാരെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുവാനും കൂടെ ആര് ബാധ്യസ്ഥരാണ്? ഈ സുവിശേഷകന്മാര് ബാധ്യസ്ഥരാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. സകല വിശ്വാസികളെയും സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും തർജ്ജനം ചെയ്യുകയും വേണം. അത് സുവിശേഷകനിൽ കടപ്പെട്ടിരിക്കും. 2 തിമോത്തിയോസ് 4:2 ഞാൻ അല്പ സ്പീഡിൽ പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 തിമോത്തിയോസ് 4:2 അവിടെ പറയുന്നുണ്ട്, തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. എന്നിട്ട് പറയുന്നത് എന്താണ്? സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അപ്പം തിമോത്തിയോസിന് എഴുതുകയാണ്, നീ വചനം എന്ത് ചെയ്യണം? പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കണം. അതാണ് ഒരു സുവിശേഷകന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത്, സുവിശേഷം അറിയിക്കുക. അതെങ്ങനെയായിരിക്കണം? സമയത്തിലും അസമയത്തിലും. പ്രീച്ച് ദ വേർഡ്, ബി ഇൻസ്റ്റന്റ് ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ എന്താ? സമയത്തും അസമയത്തും. അതിനുവേണ്ടി പ്രത്യേക കാലവും സമയവും ഒന്നും നീ നോക്കിയിരിക്കേണ്ട കാലമല്ല. ക്രിസ്തുമസ് വരണ്ട പരസ്യയോഗങ്ങൾ നടത്താൻ, പിന്നെ നമ്മള് ഈസ്റ്ററും ദുഃഖവെള്ളിയാഴ്ചയും ഒന്നും വരണ്ട. എന്തിനു വേണ്ടി? പരസ്യയോഗം. ഞാൻ ഇന്ന് പല സുവിശേഷന്മാരെ കണ്ടപ്പോൾ പറയുകയുണ്ടായി, ഈ ക്രിസ്മസിന്റെ സമയത്ത് ധാരാളം പരസ്യ പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞാൽ പരസ്യ യോഗങ്ങളാണ്. അതിന് അനുയോജ്യമായ ഒരു കാലഘട്ടമായതുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. എതിർപ്പുകള് കുറവായിരിക്കും. ക്രിസ്മസ് സന്ദേശമെന്നോ ഒക്കെ പറഞ്ഞ് അങ്ങനെ നടത്താനായിട്ട് കഴിയും. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു സുവിശേഷകന്റെ ധർമ്മം, കടമ എന്ന് പറയുന്നത് സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ, സമയത്തിലും അസമയത്തിലും അവൻ എന്തിരിക്കണം? ഒരുങ്ങിയിരിക്കണം സുവിശേഷം പ്രസംഗിക്കാൻ. എന്നിട്ട് കൂടാതെ ഈ തിമോത്തിയോസിനോട് തന്നെ പറയുകയാണ്, നിനക്ക് മറ്റു ചില കടമകൾ. പ്രധാനപ്പെട്ട കടമ എന്താണ്? സുവിശേഷം അറിയിക്കുക. എന്നാൽ മറ്റു ചില കടമകളുണ്ട്. സകല ദീർഘക്ഷമയോടും, വിത്ത് കംപ്ലീറ്റ് പേഷ്യൻസ്, സകല ദീർഘക്ഷമയോടും, പിന്നെ ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇതും ഈ തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയുകയാണ്, നീ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സഭയിൽ നീ സുവിശേഷകൻ ആണെങ്കിൽ പോലും നിനക്ക് മറ്റു ചില പ്രവർത്തനങ്ങളും അവിടെ ചെയ്യുവാനായിട്ടുണ്ട്. ആ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് ശാസിക്കാം, തർജ്ജനം ചെയ്യാം, പ്രബോധിപ്പിക്കാം. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? വിത്ത് കംപ്ലീറ്റ് പേഷ്യൻസ്, വളരെ ദീർഘക്ഷമയോട്. തർജ്ജനം ചെയ്യുമ്പോഴും ശാസിക്കുമ്പോഴും ഒക്കെ പലവിധമായ എതിർപ്പുകളും പല പ്രയാസങ്ങളും ഒക്കെ നിനക്കുണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾ അസഹിഷ്ണുത ഉണ്ടാകരുത്. സഹിഷ്ണുതയുള്ളവരായി വളരെ പെർഫെക്ഷനായ പേഷ്യന്റോടുകൂടെ, ക്ഷമയോടുകൂടെ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അത് അല്ലാതെ ഒരു അധികാരപരിധി എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ നിന്നല്ല ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. 4:5 2 തിമോത്തിയോസ് 4:5 പറയുന്നുണ്ട്, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. എന്നിട്ട് പറയും, നിന്റെ ശുശ്രൂഷ നടപടിയായി നിവർത്തിക്കുക. തിമോത്തിയോസിനെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചതും അതുപോലെ തന്നെ പൗലൂസ് ആഗ്രഹിക്കുന്നതും പൗലൂസിന് വെളിപ്പെടുത്തുന്നതും, നീ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം. എന്നാൽ മറ്റു ശുശ്രൂഷകൾ നീ നിറവടിയായിട്ട് നിറവേറ്റണം എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതൊക്കെ ചെയ്യുന്നത് നിറപടിയായിട്ട്, ഫുൾഫിൽ യുവർ മിനിസ്ട്രി, നിവർത്തിക്കണം. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷകളെല്ലാം നീ നിവർത്തിക്കണം. അപ്പോൾ ഒരു സുവിശേഷകന്റെ പ്രവർത്തനം സഭയ്ക്ക് വെളിയിലാണെങ്കിലും സുവിശേഷകൻ സഭയിൽ ആയതിനാൽ കൃപാവരമനുസരിച്ച് സഭയ്ക്കുള്ളിലും അവന് പ്രവർത്തനങ്ങൾ നടത്താം. എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, സുവിശേഷകന്റെ പ്രധാന പ്രവർത്തനം സഭയ്ക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ മധ്യേ ആണെന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കും. ഫിലിപ്പോസിനെ ഒരു സുവിശേഷകൻ എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 21:8 അവിടെ എടുത്തു വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പൗലൂസും കൂട്ടരും ഒരു സ്ഥലത്ത് ഒരു ദിവസം താമസിച്ചതിന് ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് കൈസരിയിലെത്തിയപ്പോൾ അവിടെ പറയും, തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരുവനായ എന്ന് പറയും, 7 പേരിൽ ഒരുവനായ
ഫിലിപ്പോസിന്റെ വീട്ടിൽ പാർത്തു എന്നാണ് അവിടെ. ഏഴുപേരിൽ ഒരുവനായ. എന്താ 7 പേരാരാ ഇത്? 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസ്, സുവിശേഷകനായ ഫിലിപ്പോസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആരാ ഈ 7 പേര്? 7 പേരിൽ ഒരുവനായ ഈ ഫിലിപ്പോസ് എന്നുള്ള പേര് എവിടെ കാണാം? അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തില്. അവിടെ ഒരു 7 പേരെ ആക്കി വെച്ചു. എന്തിനു വേണ്ടിയാണ്? മേശയിൽ ശുശ്രൂഷിക്കാൻ. അവിടെ എബ്രായ ഭാഷക്കാരും യവന ഭാഷക്കാരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് അത്. 7 പേര്. ആ 7 പേരിൽ ആരുണ്ട്? ഫിലിപ്പോസ് ഉണ്ട്. അപ്പോൾ ഈ 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസിനെ കുറിച്ച് ഇവിടെ പറയുന്നതാ, അവൻ സുവിശേഷകൻ. അവൻ സുവിശേഷകനായ ഫിലിപ്പോസ്. അപ്പൊ സുവിശേഷകന് അതും അവന്റെ ഒരു ജോലിയാ. അങ്ങനെയുള്ള കാര്യങ്ങളും മേശയിൽ ശുശ്രൂഷിക്കുന്നതായാലും ഒരുപക്ഷെ സഭാകാളിൽ തുറന്നിടുവാനും അടിച്ചു വാരുവാനും ഒക്കെ ചിലപ്പോ ചെയ്യേണ്ടി വരും. അതും സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഞാൻ സുവിശേഷം മാത്രമേ അറിയിക്കുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല. ഫിലിപ്പോസിനെ സംബന്ധിച്ചിടത്തോളം മേശയിൽ ശുശ്രൂഷിച്ച ഫിലിപ്പോസിനെ ഇന്നിവിടെ പൗലോസ് പറയുന്നു സുവിശേഷകനായ ഫിലിപ്പോസിന്റെ വീട്ടിൽ പാർത്തു. അവിടെ എത്ര ദിവസം പാർത്തു? അവിടെ നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കിയാൽ മതി. അനേക ദിവസം പാർത്തു. ആര്? പൗലോസും കൂട്ടരും. നമ്മുടെ വീട്ടില് ഇങ്ങനെയൊക്കെ വന്ന് പാർത്താൽ എത്ര ദിവസം നിർത്തും? എത്ര ദിവസം നിർത്തും? ഒരു ദിവസം, 2 ദിവസം, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ 4 ദിവസമാണെങ്കിൽ മാക്സിമം 4 ദിവസം 5 ദിവസം നടത്തും. അത് കഴിഞ്ഞ് ചോദിക്കും, ബ്രദറെ നാളെ എപ്പോഴാ പോകുന്നേ? ഇല്ലേ? അല്ല, ഞാനിവിടെ പ്രസംഗിച്ചല്ലോ, ഇവിടെ കുറച്ചുകൂടെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു അനിഷ്ടമായിട്ട് തോന്നും. എന്നാൽ സുവിശേഷകർ അങ്ങനെ ഒരു അനിഷ്ടം തോന്നാനായിട്ട് പാടില്ല. ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നത് ഈ പൗലൂസും കൂട്ടരും, പൗലൂസ് മാത്രമല്ല, പൗലൂസും വേറെ ചിലരും ഉണ്ട്. അവരും കുറെ നാൾ അവിടെ വായിക്കുന്നുണ്ട്. ദിവസത്തിന്റെ എണ്ണം പറയുന്നില്ലെങ്കിലും കുറെ നാൾ ആ ഫിലിപ്പോസിനോടൊപ്പം പാർത്ത് ശുശ്രൂഷിച്ചു. അപ്പോൾ ഈ സുവിശേഷകന് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ഗുണമാണ് ആ അതിഥിപ്രിയൻ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിഥികളെ സൽക്കരിക്കുന്നതിനുള്ള ഒരു ഗുണവും ആർക്കുണ്ടാകണം? സുവിശേഷകന് ഉണ്ടായേ തീരൂ. അപ്പോൾ ഇങ്ങനെയുള്ള പല ഗുണങ്ങൾ ഉണ്ടാകണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഫിലിപ്പോസിന്റെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് അഗബസ് എന്ന പ്രവാചകൻ അവിടേക്ക് കിടന്നു. ഞാൻ ഒരു ക്ലാസ്സിൽ പരാമർശിച്ചു തോന്നുന്നു. അഗബസ് എന്ന പ്രവാചകൻ വന്നിട്ട് പൗലൂസും കൂട്ടരും എല്ലാം അവിടെ ഇരിക്കുമ്പോഴാണ് പറയുന്നത്, പൗലൂസിന്റെ അരക്കച്ചെടുത്ത് കയ്യിൽ ബന്ധിച്ചിട്ട്, നീ പൗലൂസ് യെരുശലേമിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുക. അപ്പോൾ പറയണം, നീ യെരുശലേമിലേക്ക് പോയാൽ നിന്നെ അവിടെ വെച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കും. അതുകൊണ്ട് നീ അവിടെ പോകരുത്. അപ്പൊ കൂടിയിരുന്ന് എല്ലാവരും പറഞ്ഞു, അയ്യോ പൗലൂസേ പോകരുത് എന്ന് കരഞ്ഞു പറയുകയാണ്. അപ്പോൾ പൗലൂസ്, എന്നെ നിങ്ങൾ കരയിച്ച് എന്റെ ഹൃദയത്തെ വല്ലാതാക്കരുത്. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദർശനത്തിൽ വെളിപ്പെടും, നീ യെരുശലേമിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞയക്കുകയാണ്. അവിടെ പോയി, യെരുശലേമിൽ പോയി ശുശ്രൂഷ നിവർത്തിച്ചു. പക്ഷെ എന്തായി? കാരാഗ്രഹത്തിലായി, താൻ ബന്ധിക്കപ്പെട്ടു. അഗബസ് പറഞ്ഞത് അതുപോലെ. ഈ അഗബസ് അപ്പോഴത്തെ ഒരു പ്രവാചകനാണ്. ഈ അഗബസാണ് പറഞ്ഞത്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് യെരുശലേമിൽ അവിടെ ആകെ ഒരു വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ചത് ഈ അഗബസാണ്. അതുപോലെ സംഭവിച്ചു. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാനിവിടെ പറയാനായിട്ട് ഫിലിപ്പോസ് ഒരു സുവിശേഷകൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഫിലിപ്പോസ് അവിടെ ചെയ്ത ശുശ്രൂഷ ഇതൊക്കെയാണ്. അപ്പൊ ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സുവിശേഷകന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പ്രധാനം സുവിശേഷം അറിയിക്കുക. എന്നാൽ അതിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരു വ്യക്തിയല്ല സുവിശേഷകൻ. സഭയ്ക്കുള്ളിൽ ആണ്, ഏതെങ്കിലും ഒരു സഭയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സഭയ്ക്കുള്ളിലും അവന്റെ കൃപാവരം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അവൻ കടപ്പെട്ടവനാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഒരു സുവിശേഷകന് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ആ ഭാഗം ഞാൻ അങ്ങനെ വിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സുവിശേഷകന്മാരായിട്ട് വേറെയും പലരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അവരൊക്കെ സുവിശേഷങ്ങൾ എഴുതിയവരാണ്. അവരെല്ലാം സുവിശേഷകരാ. ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് സഭയുടെ വേലയും കൂടെയാണ്. അത് ഞാൻ പിന്നീട് ചിന്തിക്കുന്നുണ്ട്. അടുത്ത 2ാമത്തെ കൂട്ടർ, ഒന്നാമത് പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അത് ഇന്നില്ല. രണ്ടാമത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഉപദേഷ്ടാക്കന്മാർ. ആ ഉപദേഷ്ടാക്കന്മാരുടെ പേരുകൾ പറഞ്ഞ് ഞാൻ ചില കാര്യങ്ങളും അവരുടെ കർത്തവ്യം എന്താണെന്നും ഞാൻ അല്പമായിട്ട് പറഞ്ഞു. ഇനി അവരിൽ തന്നെ ഈ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും എന്ന് 4:11 അവൻ ചിലരെ
ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ആയി നിയമിച്ചിരിക്കുന്നു. പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ കാണുന്നത്. ഈ പാസ്റ്റേഴ്സിന്റെയും ടീച്ചേഴ്സിന്റെയും അല്ലെങ്കിൽ ഇടയന്മാരുടെയും ഇത് രണ്ടും അവിടെ ഒരുമിച്ച പറഞ്ഞിരിക്കുന്നത്. ചിലരെ ഇടയന്മാരായി ഉപദേഷ്ടാക്കന്മാരായി. അപ്പോൾ ഈ രണ്ടും ഒരുപക്ഷെ ആര് നിർവഹിക്കും? ഒരു വ്യക്തി തന്നെ നിർവഹിക്കും. ഇടയന്മാർ തന്നെ പലപ്പോഴും എന്തായിരിക്കും? ഉപദേഷ്ടാക്കന്മാരും ആയിരിക്കും. അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും ഒരുപക്ഷെ ഒരു വ്യക്തി തന്നെ ആകാം. ഇടയൻ, പാസ്റ്റർ, അധ്യക്ഷൻ എന്നൊക്കെ പറയുന്നതെല്ലാം ഒരു സ്ഥാനത്തെ ഉദ്ദേശിച്ച് തന്നെയാണല്ലോ. എല്ലാം ഒരു സ്ഥാനത്തെ. ഒരു സ്ഥലം സഭയില് ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടാകണം. ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും. അത് ഈ ബൈബിളിൽ കൂടുതലായിട്ട് മൂപ്പന്മാർ എന്നുള്ള സ്ഥാനത്തേക്കാൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഇടയൻ എന്നുള്ള പദം. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളിലും പൗലൂസിന്റെ ലേഖനങ്ങളിലും ഒക്കെ. ഒരു സ്ഥലം സഭയില് ഒന്നിലധികം മൂപ്പന്മാരുണ്ടാകണം. പലയിടത്തും ഇന്ന് ഏകാധിപത്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു മൂപ്പനെ കാണുള്ളൂ. അവിടെ ആളെണ്ണം കുറവുണ്ടായിരിക്കാം, കുറ്റപ്പെടുത്തുന്നതല്ല. അപ്പോൾ അങ്ങനെയല്ല ദൈവത്തിൽ മൂപ്പന്മാർ മാത്രമല്ല, ഈ പല സഭകൾക്കായിട്ട് ഒരു മൂപ്പൻ, അങ്ങനെ ഒരു സംവിധാനം തിരുവചനത്തിലില്ല. ഒരു സ്ഥലം സഭയിൽ ഒരു മൂപ്പൻ അല്ല മൂപ്പന്മാർ. എന്നാൽ പല സ്ഥലം സഭകൾക്കായിട്ട് ഒരു മൂപ്പൻ, അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇന്ന് പല സമുദായങ്ങളിലുമൊക്കെ അത്തരത്തിലുള്ള ഒരു രീതി കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒരു സംവിധാനം, ബിഷപ്പ്, ആർച്ച് ബിഷപ്പ്, ഇങ്ങനെയുള്ള സംവിധാനമൊന്നും ഇല്ല. ഒരു സ്ഥലം സഭയിൽ മൂപ്പന്മാരുണ്ടാകാം, എന്നാൽ പല സ്ഥലം സഭകൾക്കായിട്ട് ഒരു മൂപ്പൻ എന്നുള്ള സംവിധാനം തിരുവചനത്തില് ഇല്ല. ഇടയ ശുശ്രൂഷയും ഉപദേശ ശുശ്രൂഷയും, ഈ രണ്ട് കൃപാവരങ്ങളും മിക്കവാറും ഒരാളിൽ തന്നെ ഉണ്ടായിരിക്കണം. കാരണം എന്താ? ഈ ഇടയന്മാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നു, അവൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ഇടയന്മാരെ കുറിച്ച് പറയുമ്പോൾ. അപ്പോഴവിടെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും എന്ന് പറയുമ്പോൾ അത് രണ്ടും ഒരു വ്യക്തിയാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഈ രണ്ട് ശുശ്രൂഷകളും നിർവഹിക്കണം. ഇടയന്മാർ, ഷെപ്പേഡിങ് എന്നുള്ളത് നമുക്ക് ഈ പൗലൂസ് പറയുന്നത് ഇടയനും, പൗലൂസിനെ സംബന്ധിച്ച് പൗലൂസ് ഇടയനായിരുന്നു, ഉപദേഷ്ടകനായിരുന്നു, സുവിശേഷകനുമായിരുന്നു പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഇടയന്മാരെ കുറിച്ച് ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കും. ആപ്റ്റ് ടു ടീച്ച് എന്നാണ് ഇംഗ്ലീഷിൽ, അല്ലെ? ആപ്റ്റ് ടു ടീച്ച്, ഉപദേശിപ്പാൻ സമർത്ഥർ, ആപ്റ്റ് ആയിരിക്കണം. അത്രത്തോളം അവർ വചനത്തിൽ ഇരുന്ന് പഠിച്ച് ധ്യാനിച്ച് അങ്ങനെ ഒരു പക്വതയിലേക്ക് വരണം. ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ ആപ്റ്റായിരിക്കണം. ഉപദേശിപ്പാൻ സമർത്ഥർ എന്ന് പറഞ്ഞാൽ അതാണ്, ആപ്റ്റായിരിക്കണം. ഒരു സംശയത്തിന് ലേശമില്ലാതെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കണമെന്നാണ്. 1 തിമോഥെയോസ് 3:2 കാണുന്നു. സഭ ഒന്നാകെ സമർത്ഥരായിരിക്കണമെന്നുള്ളത് 1 തിമോഥെയോസ് 3:2 കാണുന്നത്. സഭ ഒന്നാകെ ഉൾക്കൊള്ളുന്നതിനും അനുസരിക്കുന്നതിനുമൊക്കെ ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നുള്ള നിലയിൽ ശുശ്രൂഷിക്കുന്നത് ഏറ്റവും ഫലവത്തായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. ഇത് രണ്ടും സഭയ്ക്കുള്ളിലെ ശുശ്രൂഷയാണ്. ഈ ഇടയന്മാരുടേതും ഉപദേഷ്ടാക്കന്മാരുടെയും ശുശ്രൂഷ സഭയ്ക്കുള്ളിലാണ്, സഭാവിശ്വാസികളുടെ മധ്യയാണ്. എന്നാൽ അവർക്ക് സുവിശേഷം അറിയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തിമോഥെയോസും അവരൊക്കെ സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു, പൗലോസ് സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു, ബർന്നബാസ് സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് സുവിശേഷം അറിയിച്ചുകൂടാ എന്നല്ല. എന്നാൽ ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്ന് പറയുന്നവരുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷ എവിടെയാണ്? സഭയിലാണ്, സഭയ്ക്ക് ഉള്ളിലാണ്. അവരെ എന്തിനു കൊണ്ടാണ് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഒരു സഭയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മൂപ്പനല്ല, പല മൂപ്പന്മാരുണ്ടായിരിക്കണം. അത് വചനത്തില് വളരെ ഭാഗങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ഫിലിപ്പിയർ 1:1 നമ്മൾ എഴുതുന്നു, ഫിലിപ്പിയിലുള്ള അധ്യക്ഷന്മാർക്ക് എഴുതുന്നത്. അധ്യക്ഷന്മാർക്ക്, അധ്യക്ഷൻ എന്നല്ല, അവിടെ പ്ലൂറലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിലിപ്പിയിലുള്ള അധ്യക്ഷന്മാർക്ക് എഴുതുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20:17 മുതൽ 18 വരെ നമ്മൾ വായിക്കുമ്പോൾ എഫെസോസിലെ മൂപ്പന്മാരെ, എഫെസോസ് സഭയിലെ മൂപ്പന്മാരെ കൂട്ടിവരുത്തി, മൂപ്പനെ വിളിച്ചു വരുത്തി എന്നല്ല, പൗലൂസ് അവിടെ മൂപ്പന്മാരെ, കാൾഡ് ദ എൽഡേഴ്സ് ഓഫ് ദ എഫെസോസ് ചർച്ച്, എഫെസോസിലെ സഭ, എഫെസോസ് സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 20:28 നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ
അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചുകൊള്ളി. അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്നതെന്നല്ല, അധ്യക്ഷരാക്കി വെച്ച, ഓവർസീസ് എന്നുള്ള ആ ഒരു പ്ലൂറൽ പ്രയോഗം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ സൂക്ഷിച്ചോളും. തീത്തോസിന്റെ ലേഖനം 1:5 പട്ടണം തോറും മൂപ്പനെയല്ല മൂപ്പന്മാരെ ആക്കി വെക്കണം എന്നുള്ളത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ സഭ അങ്ങനെ മൂപ്പന്മാരെ ആക്കി വെക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാ നിയോഗമനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. ഇനി അവിടെ ഒരു പ്രധാന പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ മൂപ്പന്മാരെ ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ മൂപ്പന്മാർ വിചാരിക്കും സഭ എന്ന് പറഞ്ഞത് എന്റേതാ. വേറെ ഒന്നും വിചാരിക്കരുത്. സഭ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സ്ഥലം സഭ എന്ന് പറയാറുണ്ട്. എന്റെ സ്ഥലം സഭ തിരുമലയാണെന്ന് ഞാൻ പലയിടത്ത് പറയും. എന്നാൽ ഈ എന്റേത് എന്നുള്ളതല്ല. സഭ ആരുടേതാ? സഭ കർത്താവിൻ്റെതാണ്. നമ്മളെ കർത്താവ് പരിശുദ്ധാത്മ നിയോഗത്താൽ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. ആ ഒരു ബോധം നമ്മളെ എപ്പോഴും ഭരിക്കണം. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി ഈ ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ് ഇടയന്മാരുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷ. മൂപ്പന്മാരുണ്ടാകണമെന്നും പറഞ്ഞു. ശ്രേഷ്ഠ ഇടയൻ ആരാണ്? കർത്താവായ യേശുക്രിസ്തു. അതും നമുക്ക് ഓർമ്മയിരിക്കണം. മൂപ്പന്മാർ ആയ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ അങ്ങനെ ആകുന്നവർക്ക് ഉണ്ടാകേണ്ട എനിക്കൊരു ശ്രേഷ്ഠ ഇടയനുണ്ട്. അതുകൊണ്ട് ഇവിടെ ആരില്ല, സഭയിൽ ആരില്ല? പറയാൻ മടിയുണ്ടോ? ശ്രേഷ്ഠ ഇടയൻ ഇല്ല എന്ന് പറഞ്ഞ ചീഫ് മൂപ്പൻ ഇല്ല. ഇപ്പൊ 4, 5, 6, 7, 8 മൂപ്പന്മാരുണ്ടെങ്കിലും അവർക്കെല്ലാം ഈക്വൽ സ്റ്റാറ്റസ് ആണ്. അതില് വലുതും ചെറുതും ഇല്ല. കാരണം നമുക്കൊരു ശ്രേഷ്ഠ ഇടയനുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ ഇടയന്റെ നിയമനത്തിൽപ്പെട്ടവരാണ് ഈ സഭയിലെ എല്ലാ സഭകളിലെയും മൂപ്പന്മാർ. അതുകൊണ്ട് ചീഫ് മൂപ്പൻ, പ്രധാന മൂപ്പൻ, അങ്ങനെയൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല സ്ഥല സഭകളിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പൊസിഷൻ സ്ഥലം സഭകളിൽ ഇല്ല. എല്ലാ മൂപ്പന്മാരും പ്രധാനമാണ്. എന്നാൽ ശ്രേഷ്ഠ ഇടയൻ, ശ്രേഷ്ഠനായ ഒരു മൂപ്പൻ നമുക്കുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട് 5:1 പത്രോസ് തന്നെ പറയുന്നത് എന്താണ്? ഒരു കൂട്ടുമൂപ്പൻ തന്നെ സവിശേഷിച്ചിരിക്കുന്നത്. ഞാൻ പ്രധാന മൂപ്പൻ എന്നുള്ളതല്ല, ഞാനൊരു ഫെലോ എൽഡർ എന്നാണ് അവിടെ പ്രയോഗം. ഫെലോ എൽഡർ, കൂട്ടുമൂപ്പൻ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാണ് പ്രബോധിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് പ്രബോധിപ്പിക്കുകയാണ് 1 പത്രോസ് 5:2 നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവിൻ എന്നിട്ട് അവിടെ പറയുന്നുണ്ട്. നിർബന്ധത്താലല്ല, നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യേണ്ടത് നിർബന്ധത്താലല്ല, നോട്ട് അണ്ടർ കമ്പൽഷൻ. ഈ ഇടയ ശുശ്രൂഷ നിർവഹിക്കേണ്ടത്, മൂപ്പന്മാരുടെ എൽഡർ എന്ന ശുശ്രൂഷ നിർവഹിക്കേണ്ടത് ഭൂമിയിലുള്ള ആരുടെയെങ്കിലും നിർബന്ധത്താലല്ല, സ്വമനസ്സാൽ ചെയ്യണം. എന്നിട്ട് പറയുന്നത് ദൈവത്തിന്റെ ഹിതകരമാം വണ്ണം മനഃപൂർവമായി, വില്ലിംഗ്ലി ആസ് ഗോഡ് വുഡ് ഹാവ് യു അപ്പോയിന്റഡ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടെ മനസ്സോടെ ചെയ്യണം. മനസ്സോടെ അത് ദൈവഹിതപ്രകാരം ചെയ്യണം. ദൈവഹിതത്തിന് വിരോധമായിട്ട് ഒന്നും ചെയ്യുവാനായിട്ട് പാടില്ല. ഇനി അവിടെ പറയുന്ന മറ്റൊരു വാക്ക് ദുരാഗ്രഹത്തോടെ അല്ല, നോട്ട് ഫോർ ഷെയിംഫുൾ ഗെയിൻ. ഷെയിംഫുൾ ഗെയിൻ എന്നാണ് ഇംഗ്ലീഷ്, നല്ല വാക്കാത്. ഷെയിംഫുൾ ഗെയിൻ, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രതിഫലങ്ങൾ, ഇവിടെ നിന്നുള്ള ആ ആടുകളിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു പ്രതിഫലം, മാനുഷികമായ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്. അതാണ് ദുരാഗ്രഹത്തോടുകൂടെ. ദുരാഗ്രഹത്തിൽ പലതും കടന്നു വരും. സാമ്പത്തികമായ നേട്ടം കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്ഥാനം, മാനം, ബഹുമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാക്ഷിച്ചുകൊണ്ടാണ് ഈ ഇടയ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ അത് ദുരാഗ്രഹത്തോടുകൂടെയാണ്. ഷെയിംഫുൾ ഗെയിൻ എന്നുള്ള അതിനാണ് ചെയ്യുന്നത്. അങ്ങനെ ആകരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിർബന്ധത്താലല്ല, അത് ദൈവ ഇഷ്ടപ്രകാരം ചെയ്യണം. അത് ദുരാഗ്രഹത്തോടെ ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെ ചെയ്യണം? ഈഗർലി, ഉന്മേഷത്തോടുകൂടെ ചെയ്യണം. അയ്യോ ഞാൻ പെട്ടുപോയല്ലോ എന്നുള്ള തരത്തിലല്ല ചെയ്യേണ്ടത്. പിന്നെയോ ഉന്മേഷത്തോടെ ചെയ്യണം.
എന്നിട്ട് അവിടെ പറയുന്ന മറ്റൊരു പേര് നോട്ട് ഡൊമിനിയറിംഗ് ഓവർ ത്രൂ ഇൻ ചാർജ് എന്ന് പറഞ്ഞാൽ ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അവിടെ ഭരിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി. കർത്തൃത്വം നടത്താൻ ഒരാളുണ്ട്, അത് ശ്രേഷ്ഠ ഇടയനാണ്. കർത്തൃത്വം നടത്തുക എന്നുള്ളതല്ല, അവരെ പരിപാലിക്കുക എന്നുള്ളതാണ്. അതാണ് എന്നിട്ട് അവിടെ പറയുന്ന ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് ബീയിങ് എക്സാമ്പിൾസ് ടു ദം, അവർക്ക് ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. ഒരു മൂപ്പന്മാരെ സഭയിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ അവർ വളരെ കർത്തവ്യബോധമുള്ളവരാണ്. പ്രിയമുള്ളവരെ, വിശ്വാസികളായ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇത് മൂപ്പന്മാർക്കുള്ളതാണ്. എന്നാൽ വിശ്വാസികളായ ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും അവരെ മാനിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും അവരെ ആദരവോട് കാണുവാനും ഓരോ വിശ്വാസികളും കടപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ മറന്നു പോകരുത്. അവരെ അധിക്ഷേപിക്കുവാനും അവരുടെ കുറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം, അത് ദൈവം അവരോട് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ എന്നൊരു പ്രയോഗമുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ വിശ്വാസികളായവര് അവരെ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട മാനവും ബഹുമാനവും ഒക്കെ കൊടുക്കണമെന്നുള്ളത്. ഈ മൂപ്പന്മാരുടെ യോഗ്യതകളൊക്കെ ഞാൻ ഇവിടെ പറയുന്നില്ല, അതൊക്കെ ഇവിടെ ചില ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. 1 തിമോഥെയോസ് 3:1 മുതൽ 13 വരെ, തീത്തോസ് 1:6-9 വരെ, 1 പത്രോസ് 5:1-4 വരെ ഒക്കെ മൂപ്പന്മാരുടെ യോഗ്യതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. യോഗ്യതയില്ലാത്തവർക്ക് ഒരിക്കലും നന്നായി സഭയെ പരിപാലിപ്പാനായിട്ട് കഴിയുകയില്ല. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് നമ്മൾ അപ്പോയിൻമെന്റ് ലഭിക്കുന്ന നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ സാമർഥ്യം, നമ്മുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെ നോക്കിയാണ് ഈ ഭൂമിയിൽ ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും യോഗ്യതയില്ല എങ്കിൽ, ഇപ്പൊ എനിക്ക് ഒരു ജോലിയുണ്ട്, അതിന് ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ചിട്ട് ആ ക്വാളിഫിക്കേഷൻ എനിക്ക് ഇല്ലാതെയാണ് ഞാൻ അതിൽ കയറി പറ്റുന്നതെങ്കിൽ എനിക്ക് ആ ജോലി പെർഫെക്റ്റോടെ ചെയ്യാൻ കഴിയുകയില്ല. എത്രയോ ഉപരിയാണ് ഇത്. യോഗ്യതയില്ലാത്തവർക്ക് ഈ ശുശ്രൂഷ ചെയ്യുവാൻ, ഇടയ ശുശ്രൂഷ ചെയ്യുവാൻ, ഉപദേഷ്ടാവ് എന്ന ശുശ്രൂഷ ചെയ്യുവാൻ, എന്നല്ലെങ്കിൽ നന്നായി ആ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പരിപാലിപ്പാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അന്ത്യോക്യ സഭയിൽ സമർത്ഥരായ ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഇത്തരത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊരു മാതൃകയാണ്. തിരുവെഴുത്തുകളെ ഉള്ളതുപോലെ പഠിപ്പിക്കാൻ കഴിയുള്ള ഇടയൻ, ഉപദേഷ്ടാവ് ഒരു സ്ഥലം സഭയ്ക്ക് ഉണ്ടായിരിക്കണം. ദൈവ വചനത്താൽ സഭയെ പരിപോഷിപ്പിക്കുവാനായിട്ട് കഴിയണം. അങ്ങനെ പരിപോഷിപ്പിക്കുവാൻ കഴിവില്ലാത്തവർക്ക് ഇടയനും ഉപദേഷ്ടാവും ആകുവാനായിട്ട് കഴിയുകയില്ല. ശരിയായ തലത്തിലുള്ള ഉപദേഷ്ടാവും ഇടയനും ആകുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും വഴി വെളിപ്പെടുത്തി തന്നിട്ടുള്ള ദൈവീക സത്യങ്ങൾ പഠിച്ച് സഭയുടെ ആത്മീകമായ വളർച്ചയ്ക്കും കെട്ടുപണിക്കുമായിട്ട് ഉപദേശിക്കുന്നവരും പരിപോഷിപ്പിക്കപ്പെടുന്നവരും ആകണം ഈ ഉപദേഷ്ടാക്കന്മാർ. ദൈവജന ശുശ്രൂഷയിൽ സമർത്ഥനായിരുന്നു ബർന്നബാസ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മറ്റെല്ലാ പേരുകളും. അപ്പൊ അവരൊക്കെ ഇങ്ങനെ നയിച്ച ഒരു സഭയാണ് അന്ത്യോക്യ സഭ എന്ന് പറയുന്നത്. ഫിലദൽഫിയ സഭയെ കുറിച്ച് വെളിപ്പാട് പുസ്തകം ഇത്തിരി നീണ്ടുപോകണം, എന്നാലും പറയാനുള്ളതൊക്കെ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. വെളിപ്പാട് പുസ്തകം 3:8 ഫിലദൽഫിയ സഭയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്പമേ ശക്തിയുള്ളൂ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും അവനെ കുറിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എന്റെ വചനം കാത്തു. ദൈവം നോക്കിയ, നിനക്ക് ശക്തി വളരെ കുറവാ, നിനക്ക് പല ബലഹീനതകളും ഉണ്ട്, എന്നാൽ നീ എന്റെ വചനം കാത്തു എന്നുള്ളത് അവിടെ എടുത്തു പറയുകയാണ്. ഈ അന്ത്യോക്യ സഭയെ കുറിച്ച് അത് തന്നെയാണ് പറയാനുള്ളത്. സഭയെ മുഴുവനും വിളിച്ചുകൂട്ടി ബഹുജനത്തെ ഉപദേശിക്കുന്ന ബർന്നബാസും ശൗലും മറ്റു സമർത്ഥരായ മറ്റു ചില ഉപദേഷ്ടാക്കന്മാരും. ആധുനിക സഭകളിലെ ഇന്ന് അത്തരത്തിലുള്ള സഭായോഗങ്ങൾ വിളിച്ചു കൂട്ടുമ്പോൾ പലരും ശരിയായ തരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. അത് വിശ്വാസികളുടെ ഭാഗത്ത് തന്നെയുള്ള കുറവാണ്. ആധുനിക സഭയിലെ പല സഭായോഗങ്ങളും പലതും ശുഷ്കമാകുന്നു. എന്തുകൊണ്ട് ശുഷ്കമാകുന്നു എന്ന് കാരണങ്ങൾ നമ്മൾ വിലയിരുത്തണം. അങ്ങനെ വിലയിരുത്തി പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഉണ്ടാകുന്ന കുറവുകൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് കണ്ടെത്തി അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം. അത് അത്യാവശ്യമാണ്. മറ്റുള്ളവരുടെ വളർച്ച ആഗ്രഹിക്കുന്നവരാണ് ആര്? ഈ പറഞ്ഞ കൂട്ടരൊക്കെ, അല്ലേ?
മറ്റുള്ളവരുടെ വളർച്ച എന്ന് പറഞ്ഞാൽ സഭയുടെ വളർച്ച ആഗ്രഹിക്കാത്ത ഒരു സഭാമൂപ്പന് ശരിയായി മൂപ്പൻ സ്ഥാനത്തിൽ ഇരുപ്പാനായിട്ട് കഴിയുകയില്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരും വിഷമിക്കണ്ട. ദൈവവചനത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് മാത്രം ചിന്തിക്കുക. മറ്റുള്ളവരുടെ വളർച്ചയാണ് അവരുടെ പ്രധാനപ്പെട്ടത്. എന്റെ വളർച്ച, ഇപ്പൊ ഞാൻ മൂപ്പനാണെങ്കിൽ എന്റെ വളർച്ചയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എനിക്ക് ആത്മീയം വളരണം, എന്നാൽ അതിൽ മറ്റുള്ളവർ ആത്മീകമായി പരിപോഷിപ്പിക്കപ്പെടണം, മറ്റുള്ളവർ ആത്മീയ പക്വതയിലേക്ക്, പെർഫെക്ഷനിലേക്ക് വരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം ആയിരിക്കണം എന്നുള്ളത് ഞാൻ പറയുകയാണ്. അതുപോലെ ഒരു മൂപ്പൻ മറ്റുള്ള മൂപ്പന്മാരെ ഒന്നും അടക്കി ഭരിക്കുന്നതിനുള്ള ഒരു തിരുവചനം ഒന്നും അതിൽ കാണുന്നില്ല. എല്ലാവർക്കും തുല്യമായ സ്ഥാനമാണ്. എല്ലാ മൂപ്പന്മാരും പരസ്പര ബഹുമാനവും പരസ്പരമായ ഒരു താഴ്മയും ഒക്കെ, അതായത് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന ഇളയവരെ നിങ്ങൾ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. എന്നിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളി. മനസ്സിലായോ? ഇത് എല്ലാവർക്കും ബാധകം. മൂപ്പന്മാർ ഒന്നിലധികം ഉണ്ടെങ്കിൽ അവർക്കും ബാധകം. എല്ലാവരും തമ്മിൽ താഴ്മ ധരിക്കണം. വിശ്വാസികള് മൂപ്പന്മാർക്ക്, ഇളയ വിശ്വാസികൾ മൂപ്പന്മാർക്ക് കീഴടങ്ങണം എന്നതുപോലെ തന്നെ അവരെല്ലാവരും തമ്മിൽ താഴ്മ ധരിക്കേണ്ടത് ആവശ്യമാണ്. വളരെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ അവിടെ നിർത്തട്ടെ. അന്ത്യോക്യ സഭ ധാരാളം വളരെ പ്രഗത്ഭരായ എന്ന് പറഞ്ഞാൽ ശരിയാവും, സമർത്ഥരായ ശുശ്രൂഷകന്മാരും മൂപ്പന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒക്കെ ഇടയന്മാർ ഉണ്ടായിരുന്ന ഒരു സഭയാണ്. അഞ്ചാമത്തെ അതുകൂടെ ഒന്ന് തുടങ്ങി വെച്ചിട്ട് അടുത്തൊരു ക്ലാസ്സോടുകൂടെ ഞാൻ നിർത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇത് 6ാമത്തെ ക്ലാസ്സായി. അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ അന്ത്യോക്യ സഭയിൽ കാണുവാനായിട്ട് കഴിയുന്നത്, സുവിശേഷ ഘോഷണത്തിൽ അത്യുത്സാഹം കാണിച്ച സഭ. സുവിശേഷ ഘോഷണത്തിൽ അത്യുത്സാഹം കാണിച്ച സഭ. 11-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തില് അവിടെ പറയുന്നുണ്ട്, ദൈവകൃപ കണ്ട് സന്തോഷിച്ചതിന് ശേഷം അവര് സഭായോഗങ്ങൾ കൂടി അവരെ ഉപദേശിച്ചു. പൊതുജനത്തെ വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. മനസ്സിലാക്കണേ, ഈ അന്ത്യോക്യ സഭയില് വന്ന് അവിടെ സഭ രൂപം പ്രാപിച്ചതിന് ശേഷം അവർ ബഹുജനത്തെ ഉപദേശിച്ചു എന്നുള്ളൊരു പ്രയോഗം അവിടെയുണ്ട്. അങ്ങനെ ഉപദേശിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് എന്താ? വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. അപ്പൊ ഈ സഭയുടെ പ്രവർത്തനമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നവര്. 13-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളിൽ ഞാൻ കഴിഞ്ഞ ചില ക്ലാസ്സുകൾ ചിന്തിച്ചതാണ്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ. അപ്പൊ ഇതുവരെ വിളിച്ചില്ലേ? പൗലൂസിനെയും ശൗലിനെയും ബർന്നബാസിനെയും ശൗലിനെയും ഇതുവരെ വിളിച്ചില്ലേ? കർത്താവ് വിളിച്ചതാണല്ലോ. എന്നിട്ട് ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് അവരിപ്പോ നിങ്ങളുടെ കൂടെ ഇരിക്കുക, നിങ്ങളുടെ ആത്മീയ പരിപോഷണത്തിൽ ഇരിക്കുക, അവർ ബഹുജനത്തേക്ക് ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ അതിനായിട്ട് അവരെ വേർതിരിപ്പിന് ആരോടാ പറഞ്ഞത്? പൗലൂസിനോടാണോ ബർന്നബാസിനോടാണോ പറഞ്ഞത്? അവരെല്ലാരും ഇങ്ങനെ ഉപവസിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരോടാ പറഞ്ഞത്? അവിടെ വായിച്ചോ, നിങ്ങൾ ശ്രദ്ധ വായിച്ചോ? അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പറയാണ്, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പിൻ. ആരോടാ പറഞ്ഞേ? സഭയോടാണ് പറഞ്ഞത്. ബർന്നബാസിനെ നീ നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കേണ്ട വ്യക്തിയല്ല. ശൗലിനെ നിങ്ങളുടെ കൂട്ടത്തിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കുക, 1 വർഷത്തോളമായിട്ട് അവിടെ ഇരിക്കുക അല്ല. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വിളിച്ചിരിക്കുന്ന ചില വേലകൾ അവരെ കൊണ്ട് തികയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് അവരെ വേർതിരിക്കണം. എന്താണ് വിളിച്ചിരിക്കുന്ന വേല? സുവിശേഷം എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് അവിടെ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു എന്ന് കാണുന്നുണ്ട്. അതേസമയം തന്നെ അവരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് സഭ അവരെ പറഞ്ഞയച്ചു. അവിടെ ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഈ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സഭായോഗങ്ങൾ കൂടി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതിന് ഉപരിയായിട്ട് 11-26 ബഹുജനത്തെ ഉപദേശിച്ചു. ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കുള്ളിൽ മാത്രമല്ല പ്രസംഗം. ബഹുജനം എന്ന് പറഞ്ഞാൽ എന്താ? എ ഗ്രേറ്റ് മെനി പീപ്പിൾ, ധാരാളം ആൾക്കാർ വെളിയിലുണ്ട്, അവരോടും പറയണം. അങ്ങനെ ഉപദേശിച്ചപ്പോഴാണ് ധാരാളം പേർ വേർവിട്ട് വിശ്വസിച്ച് വന്നതും ഇവർക്ക് ഒരു പേരുമൊക്കെ കിട്ടിയതും, ഇല്ലേ? ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് കിട്ടിയതും അങ്ങനെയാണ്. ബഹുജനത്തെ ഉപദേശിച്ചപ്പോഴാണ് ആ പേര് കിട്ടിയത്. അപ്പൊ ഒരു സ്ഥലം സഭയുടെ
ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് സുവിശേഷീകരണം. സുവിശേഷീകരണത്തിൽ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ പങ്കാളിത്തമില്ലാത്ത ഒരു സഭ വളർച്ച ആഗ്രഹിക്കാത്ത സഭയാണ്. തെറ്റുണ്ടോ? സുവിശേഷീകരണത്തിൽ താല്പര്യമില്ലാത്ത പങ്കാളിത്തമില്ലാത്ത സഭ, വ്യക്തികളായാലും ശരി തന്നെയാണ്, വളർച്ച ആഗ്രഹിക്കാത്ത സഭയാണ്. അങ്ങനെയുള്ള സഭ വളരാത്ത സഭയാണ്. അന്ത്യോക്യ സഭയിൽ ധാരാളം പേർ വിശ്വസിച്ച് മുന്നോട്ട് വന്നു. അത് വളരുന്ന സഭയായിരുന്നു. വളരുന്ന, ഈ സുവിശേഷത്താൽ വളരുന്ന ഒരു സഭ. ആ സഭ അനുദിനം വളർന്നത് സുവിശേഷീകരണത്തിലൂടെയാണ്, അല്ലാതെ ഒന്നുമല്ല. പണം കൊടുത്തൊന്നും ആൾക്കാരെ, ഇന്ന് പല സ്ഥലങ്ങളിലും ഈ പോകുന്നിടത്തേക്ക് ഇങ്ങനെ പണങ്ങൾ കൊടുത്ത് ഇങ്ങനെ ആൾക്കാരെ കൂട്ടി വരുത്തുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇടയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആര് പരിഭവിച്ചാലും അതിൽ കാര്യമൊന്നുമില്ല. ഉണ്ട്, പൈസ കൊടുത്ത് വിശ്വാസികളെ പിടിച്ചിരുത്തുന്ന ഒരു പരിപാടി പല സഭകളിലും ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ അനുഭവിച്ചറിയുന്നതാണ്. അത് നിന്നുപോയാൽ അവര് പോകും. അങ്ങനെയല്ല കൂട്ടേണ്ട സഭയിൽ. സുവിശേഷം പറഞ്ഞ് അതിൽ വിശ്വസിച്ച് കടന്നു വരുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത്. അന്ത്യോക്യ സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അവര് ബർന്നബാസിനെയും ശൗലിനെയും ലോക സുവിശേഷീകരണത്തിനായിട്ട് വേർതിരിച്ചു. ദൈവം പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം അതേപടി അനുസരിച്ച് അവരോട് പറഞ്ഞു, നിങ്ങളിനി ഇവിടെ ഇരിക്കണ്ട. ദൈവം വെളിപ്പെടുത്തിയിരിക്കുക, നിങ്ങളെ ഇവിടെ മാത്രം ഇരിക്കാനല്ല, നിങ്ങൾ ലോക സുവിശേഷീകരണത്തിൽ പങ്കുള്ളവരാണ്. അങ്ങനെ അവരെ പറഞ്ഞേക്ക്. ബർന്നബാസിനെയും ശൗലിനെയും വേർതിരിക്കാൻ ആവശ്യപ്പെട്ടത് സഭയോടാണ്. സഭയോട് ആവശ്യപ്പെട്ടു. എപ്പോഴാവശ്യപ്പെട്ടത്? ഉപവസിച്ചും ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ. ഇങ്ങനെയുള്ള, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് ചിന്തിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരു സഭയിൽ ഇങ്ങനെ ദൈവത്തിന്റെ ചില വെളിപ്പെടലുകൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ചിലരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ദൈവം പ്രസാദിക്കും. സഭയോട് പറയും, ഇന്ന ആളിനെ സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്, നിങ്ങൾ അവരെ പറഞ്ഞയക്കണം എന്നുള്ളത്. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. ഈ സുവിശേഷീകരണത്തിനായിട്ട് ചിലവരെ എഴുന്നേൽപ്പിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. സുവിശേഷീകരണത്തിനായിട്ട് ചിലര് ഉണ്ടാകണം, സഭകളിൽ ഉണ്ടാകണം. ഒരു സ്ഥലം സഭയ്ക്ക് ആ സഭയുടേതായ സുവിശേഷ പ്രവർത്തനം ഉണ്ടാകണം. മനസ്സിലാകുന്നുണ്ടോ? ഒരുപാട് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നടക്കുന്നുണ്ട്. എന്നാൽ ഒരു സ്ഥലം സഭയെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലം സഭയുടേതായ സുവിശേഷ പ്രവർത്തനം ഉണ്ടാകണം. അന്ത്യോക്യയിലെ വിശ്വാസികളുടെ സുവിശേഷ താല്പര്യം എന്ന് പറയുന്നത് അത് ഇന്നത്തെ സ്ഥലം സഭകൾക്ക് ഒരു മാതൃകയാണ്. സുവിശേഷീകരണത്തിന്റെ ബാധ്യത എന്ന് പറയുന്നത് സ്ഥലം സഭകൾക്കാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് സഭയ്ക്കൊന്നാകെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് ഞാൻ മാതൃകാ സഭ എന്ന് പറഞ്ഞ് ഒരു പ്രബോധനത്തിൽ ഞായറാഴ്ച ഇവിടെ പറയുകയുണ്ട്. അവരെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. 1:7-8 വാക്കിൽ, നിങ്ങളുടെ അടുക്കൽ നിന്ന്, തെസ്സലോനിക്ക സഭയുടെ അടുക്കൽ നിന്ന് വചനം മുഴങ്ങി ചെന്നത് മക്കദോന്യയിലും അഖായിലും മാത്രമേ, എല്ലായിടവും ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായി. ഇവരുടെ വിശ്വാസം പ്രസിദ്ധമായത് ഈ സുവിശേഷം മറ്റു സ്ഥലങ്ങളിലേക്ക് മുഴങ്ങിച്ചെന്നതിലൂടെയാണ്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഇതിനുള്ളിൽ തന്നെ ഇരിക്കും, സഭയ്ക്കുള്ളിൽ മാത്രമായിരിക്കും. നമ്മുടെ വിശ്വാസം പ്രസിദ്ധമാകണമെങ്കിൽ ഈ സുവിശേഷത്തിലൂടെ ഈ സുവിശേഷം മുഴങ്ങിച്ചെല്ലേണ്ടത് ആവശ്യമാണ്. അപ്പം നുറുക്കലിലും ആരാധനയിലും ബൈബിൾ ക്ലാസ്സിലും ഒക്കെ സംതൃപ്തി നേടി പോകുന്നതല്ല ഒരു സ്ഥലം സഭയുടെ ദൗത്യം. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി. സുവിശേഷ വേലയ്ക്കായിട്ട് ആൾക്കാരെ പറഞ്ഞയക്കണം. അങ്ങനെ ഉത്സാഹമുള്ളവരെ എന്താ ഈ പറഞ്ഞേക്കാ, ഷാജി നീ സുവിശേഷത്തിന്റെ പെക്കോ, ഇതാണോ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സോര അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. സാമ്പത്തികമാണ് ആവശ്യമെങ്കിൽ അത് ചെയ്യണം. സുവിശേഷ പ്രവർത്തനത്തിന് പരിശീലനം ആവശ്യമാണെങ്കിൽ ആ പരിശീലനം കൊടുക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടുന്ന ലഘുലേഖകൾ എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെയാ പറഞ്ഞയക്കേണ്ടത്. അല്ല നീ ചെന്ന് സുവിശേഷം പറഞ്ഞോ എന്ന് പറഞ്ഞയക്കുകയല്ല. സാമ്പത്തിക സഹകരണവും അവർക്ക് ആവശ്യമുള്ള ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ മിഷണറി ധാരാളം വളർന്നു വന്ന രാജ്യങ്ങളാണ്. ഈ മിഷണറി ആയിട്ട് ഒരു വ്യക്തി വേർതിരിഞ്ഞ് പോകുമ്പോൾ അവര് എന്ത് ചെയ്യും? ട്രെയിനിങ് കൊടുക്കും, പരിശീലിപ്പിക്കും. നീ മിഷണറി ആയിട്ട് പോകുന്നതിന് വേണ്ടി. അങ്ങനെയുള്ള മിഷണറി പരിശീലന കേന്ദ്രം നമ്മുടെ എവിടെയെങ്കിലും ഉണ്ടോ? ബൈബിൾ സ്കൂളുകളുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മിഷണറി പരിശീലന കേന്ദ്രങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ജിം എലിയോട്ട് അങ്ങനെ പരിശീലനം സിദ്ധിച്ചാണ് പോയത്.
അദ്ദേഹം ഒരു വൈമാനികനായിരുന്നു, നല്ലൊരു അത്ലറ്റായിരുന്നു ഈ ജിം എലിയോട്ട്. ജിം എലിയോട്ടിന്റെ ഭാര്യ എലിസബത്ത് സുവിശേഷ മിഷണറി ആയിട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ വീട്ടുകാർ എതിർത്തു, സഭ എതിർത്തു, മാത്രമല്ല ഗവൺമെന്റ് എതിർത്തു. എന്നാൽ ഉറച്ചു നിന്നപ്പോൾ ഈ മിഷണറി എന്ന ഈ എലിസബത്തിന് വേണ്ടുന്ന മിഷണറി പരിശീലനം കൊടുത്തു, വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അവർ ചെയ്തു കൊടുത്തു. ഇതാണ് പറഞ്ഞയക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് വേർതിരിഞ്ഞിരിക്കുന്നു, എനിക്ക് സുവിശേഷ പ്രവർത്തനം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സഭ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാൻ ഒരു സഭ ബാധ്യസ്ഥരാണ്. ഓരോ സ്ഥലസഭയും അവരുടെ ഒരു ബാധ്യതയായിട്ട് ഏറ്റെടുക്കണം ഈ സുവിശേഷീകരണം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഒരു തരത്തിലും സഭയ്ക്ക് ഒഴിഞ്ഞു മാറുവാൻ പാടില്ല. സുവിശേഷീകരണ കാഴ്ചപ്പാടില്ലാത്ത സഭകൾ എന്ന് പറഞ്ഞാൽ അവർ നിഷ്ക്രിയമാണ്. ഒരു പ്രവർത്തനവും ഇല്ലാത്ത സഭ എന്ന് പറയാനായിട്ട് സാധ്യമുള്ളൂ. എന്നാൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയോക്ക് എന്തൊരു ഊർജമായിരിക്കും, എന്തൊരു ഊർജ്ജസ്വലതയായിരിക്കും, എന്തൊരു ഉന്മേഷമായിരിക്കും, എന്തൊരു കൂട്ടായ്മയായിരിക്കും, എന്തൊരു ഫെലോഷിപ്പ് ആയിരിക്കും. അത് കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചറിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവകൃപയും ആരാധനയും പ്രാർത്ഥനയുമുള്ള ഒരു സഭ സുവിശേഷ പ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കണം. ക്രിസ്തു നമ്മെ ശരിയായ തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സുവിശേഷീകരണത്തിൽ താല്പര്യമുള്ളവരാകും. ക്രിസ്തു ആണല്ലോ നമ്മെ വീണ്ടെടുത്തത്. ഈ സുവിശേഷത്തിലാണല്ലോ ഞാൻ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നത്. ക്രിസ്തു ശരിയായി നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ സുവിശേഷീകരണത്തിനുള്ള ഒരു താല്പര്യം എല്ലാവരിലും ഉണ്ടാകും, അല്ലേ? പൗലോസ് തന്റെ വീക്ഷണത്തെ കുറിച്ച് പല ഭാഗങ്ങളിൽ പറയുന്നുണ്ടല്ലോ. റോമർക്കെഴുതിയ ലേഖനം 1:14 പറഞ്ഞു, ഞാൻ കടക്കാരനാ, ഞാൻ ലോകത്തോട് കടക്കാരനാണ്, ഞാൻ കൊടുത്തു തീർക്കാനുള്ളതാണ്, കടക്കാരൻ. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് റോമർ 1:16 സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇനി 1:15 പറയുന്നുണ്ട്, റോമർ 1:15 സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. അടുത്ത് 1 കൊരിന്ത്യർ 9:10 പറയുന്നുണ്ട്, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. പൗലൂസിന്റെ ആ ഭാരം നോക്കണേ. എന്നിട്ട് അയ്യം വിളിക്കുകയാ പൗലൂസ്. എന്താ അയ്യം വിളിക്കുന്നത്? സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. 1 കൊരിന്ത്യർ 9:16 ഓ ടു മീ ഇഫ് ഐ ഡു നോട്ട് പ്രീച്ച് ദ ഗോസ്പൽ. അയ്യോ കഷ്ടം. ഈ ഒരു ഭാരം, അല്പമെങ്കിലും ഭാരം. എന്തൊക്കെ കാര്യങ്ങളാ. ഞാൻ കടക്കാരനാണ്, എനിക്ക് ലജ്ജയില്ല, ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പ്രിയമുള്ളവരെ, സുവിശേഷം അറിയിക്കുക എന്നുള്ളത് വ്യക്തികളുടെ മാത്രമല്ല, സഭയും അതിൽ ആവോളം പങ്കെടുക്കും. സുവിശേഷം ഈ യെരുശലേമിൽ നിന്നും പുറപ്പെട്ടവര് എങ്ങനെ സഞ്ചരിച്ചു എന്നാണ് നമ്മൾ വായിച്ചത് 11-ാം അധ്യായത്തില്. അവർ കഷ്ടപ്പെടുന്നപ്പോൾ അവിടെ ചിതറിപ്പോയവർ എങ്ങനെയാ സഞ്ചരിച്ചത്? സുവിശേഷം അറിയിച്ചും കൊണ്ട് സഞ്ചരിച്ചു. സഞ്ചരിച്ചത്. അങ്ങനെ ചില യവനക്കാരും കുർബാനക്കാരും ഒക്കെയാണ് വന്നിട്ട് ഈ അന്ത്യോക്യയിലും യവനന്മാരായ ആൾക്കാരോടും കൂടെ സുവിശേഷം പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ സഭ രൂപം പ്രാപിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷീകരണത്തിന് പ്രാധാന്യം കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാ സ്ഥലം സഭകളും ചില വാർഷിക കൺവെൻഷനുകൾ ഒക്കെ നടത്തി സംതൃപ്തി നേടുന്ന ഒരു തരമാണ് ഇന്ന് പല സ്ഥല സഭകളിലും കാണുന്നത്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സഭ സജീവമാകണമെങ്കിൽ, ജീവൻ പ്രകടമാക്കണമെങ്കിൽ അത് സുവിശേഷീകരണത്തിലൂടെ മാത്രമേ സാധിക്കൂ. മാത്രമല്ല, ഈ സുവിശേഷീകരണം നടത്തുമ്പോൾ നമ്മളെ തന്നെ സാക്ഷ്യമുള്ളവരാക്കി നിലനിർത്താനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും. അത് നിങ്ങളായിരിക്കും കവലകളിൽ ചെന്ന് അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് സുവിശേഷം പറയുമ്പോഴും ട്രാക്ട് കൊടുക്കുമ്പോഴും സുവിശേഷം വിളിച്ചു പറഞ്ഞിട്ട് നമുക്ക് ബോധിച്ചതുപോലെ ഇറക്കാൻ പറ്റുമോ? തോന്നിയതുപോലെ ജീവിക്കാം. അതുകൊണ്ടാണ് പലരും പിന്തിരിഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ അപ്പം നമ്മൾ ഈ സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശരിയായ തരത്തിൽ കൊണ്ടുവരുവാൻ, നമ്മൾ സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാൻ ആ സുവിശേഷീകരണം നമ്മളെ പ്രേരിപ്പിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് അത്തരത്തിലുള്ള ഭാരം സ്ഥലം സഭകൾക്കുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ബർന്നബാസിനെയും ശൗലിനെയും അന്ത്യോക്യ സഭ സുവിശേഷീകരണത്തിനായിട്ട് വേർതിരിച്ചു എന്നുള്ളത് എത്രയോ മാതൃകാപരമാണ്. പ്രിയമുള്ളവരെ, ചിലരെയൊക്കെ സുവിശേഷത്തിനായിട്ട് ഉത്സാഹമുള്ളവരെ പറഞ്ഞയക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെ നമ്മൾ ആവോളം ശ്രമിക്കണം. അല്ലെങ്കിൽ സ്ഥലം സഭ ഇങ്ങനെ ഇരുന്ന് പോകും. ഈ സുവിശേഷം ഈ പൊതുവെ കാണുന്ന ഒരു പ്രവണത, തെറ്റിദ്ധരിയ പ്രവണത,
ഈ സുവിശേഷത്താൽ അല്ലാതെ രൂപീകരിക്കേണ്ട സഭകളുണ്ട്. അവർക്ക് ഈ സുവിശേഷത്തിന്റെ ഭാരം കാണില്ല. സുവിശേഷം പറഞ്ഞ് ഇങ്ങനെ കേട്ട് വരുന്ന ഇന്ന് നമ്മുടെ സ്ഥലസഭകളിൽ തലമുറകളാവുള്ള എന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലേ? ആർത്തിസോറിനൊക്കെ അങ്ങനെ പെട്ടതല്ല. ഫസ്റ്റ് 1ാം ജനറേഷനാണ്. തലമുറകൾ, ഈ തലമുറകൾ മാത്രമുള്ള സഭകളുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അവർക്ക് ഈ സുവിശേഷത്തിന്റെ ഭാരം ഒരുപക്ഷെ കുറയും. എന്നാൽ നമ്മൾ ആ ഭാരം ഉണ്ടാക്കണം, ആ ഭാരം നമ്മൾ വളർത്തിയെടുക്കണം. സുവിശേഷീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിൽ പ്രസാദമാകുന്നില്ല എന്നുള്ളത് അവരെ ബോധവൽക്കരിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ സഭയുടെ പ്രവർത്തന ഫലമായിട്ട് സ്ഥലം സഭകൾ രൂപീകരണമാകണം, എല്ലാ സഭകളുടെയും. അന്ത്യോക്യ സഭ ഇതിനൊരു മാതൃകയാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുകയാണ്, നമ്മളെ സ്പർജൻ സാർ, അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ സ്പർജൻ സാറിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് വളരെ ശ്രദ്ധിച്ചല്ലോ അല്ലേ? എന്തായിരുന്നു വിഷയം? എന്തായിരുന്നു മോളെ വിഷയം? ശ്രദ്ധിച്ച ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു? മുള്ളുകൾക്കിടയിൽ വിതയ്ക്കരുത്. എന്നിട്ട് അവിടെ പറഞ്ഞ ഒരു പ്രധാനമായിട്ടും വിവരിച്ചെന്താണ്? തരിശു നിലങ്ങളെ ഉഴണം. തരിശു നിലങ്ങളിൽ ഉഴണം. എന്നെ വളരെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് തരിശു നിലങ്ങൾ. നമ്മൾ തരിശു നിലങ്ങളെയൊക്കെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. തരിശു നിലങ്ങളോട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഫലവും ഇല്ല എന്ന് പറഞ്ഞ് തരിശു നിലങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അവഗണിച്ചുകൊണ്ട്. സാറോടെ പറഞ്ഞൊരു കാര്യം, 2 തരത്തിലുള്ള തരിശു നിലം, അതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്. 2 തരത്തിലുള്ള തരിശു നിലങ്ങളുണ്ട്. ഒന്ന്, ഒരിക്കലും കൃഷി ചെയ്തിട്ടില്ലാത്ത, സുവിശേഷം എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത തരിശു നിലങ്ങളുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഒരിക്കൽ സുവിശേഷം കേട്ട് പിന്നെ അവിടെ അങ്ങോട്ട് ആരും, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം സുവിശേഷം പറഞ്ഞ് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ചില തരിശു നിലങ്ങളും ഉണ്ട്. ഒരിക്കൽ മാത്രം കൃഷി ചെയ്ത തരിശു നിലങ്ങളും ഉണ്ട്. അപ്പോൾ ഇരമ്യാ പ്രവാചകൻ 4:3 തോന്നുന്നത് പറഞ്ഞതില്ലേ? അവിടെ പറയാണ്, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കണ്ട, സാത്താൻ അതിനൊക്കെ ഞെരിക്കും, ധനത്തിന്റെ വഞ്ചനങ്ങൾക്ക് പോകും. പക്ഷെ നിങ്ങൾ തരിശു നിലങ്ങളെ ഉഴണം. തരിശു നിലങ്ങൾ ധാരാളമുണ്ട് നമുക്ക് ചുറ്റും. സുവിശേഷം കടന്നു ചെന്നിട്ടില്ലാത്ത, സുവിശേഷത്തിന് വേണ്ടി കാക്ഷിക്കുന്ന തരിശു നിലങ്ങളിൽ മഴ പെയ്യുമ്പോൾ അത് ആർത്തിയോടെ വലിച്ചെടുക്കും. തരിശു നിലങ്ങളെ ഉഴണം. പ്രിയമുള്ളവരെ, ഞാനിവിടെ ഇന്നത്തെ അവസാനം ഈ 2 പോയിന്റ് കൂടെ ശേഷിക്കുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സോടുകൂടെ തീർക്കുമെന്നാണ്. സാമ്പത്തികമായി കൂട്ടായ്മ കാണിക്കാൻ ഉത്സാഹം കാണിച്ച സഭയാണ് അന്ത്യോക്യ സഭ. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് യോഗ്യമായ തലത്തിൽ പരിഹരിച്ച സഭയാണ് അന്ത്യോക്യ സഭ. ഈ 2 കാര്യങ്ങളോട് അടുത്ത ക്ലാസ് കൊണ്ട് പറഞ്ഞ് അത് 7 ക്ലാസ് ആവും തോന്നുമ്പോൾ എൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഇടയന്മാരുടെയും മൂപ്പന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും ഒക്കെ കാര്യങ്ങൾ ചിന്തിച്ചു. അവസാനമായിട്ട് ചിന്തിച്ചത് സുവിശേഷീകരണം. അതിനാണ് ഇന്ന് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. സുവിശേഷീകരണം, തരിശു നിലങ്ങളെ. ചെറിയ സാർ അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടല്ലേ? അതിന്റെ തുടക്കം ഇങ്ങനെ, ഇരവിന്നിരുൾ നിര തീരാറായി, പകലിൻ കതിരൊളി കാണാറായി. അത് നമുക്ക് ബോധമുണ്ടായിട്ട് ആ ചാൻസ് നല്ല ഒരു ചാൻസ് എങ്ങനെയാണ്? ഉണരീൻ സോദരരെ, ഉറങ്ങാനുള്ളൊരു നേരമിതോ, ഉയിർ തന്തോനായി ജീവിപ്പാൻ ഉണ്ടോ വേറൊരു നേരമിനി. ചിരാ സാറിന്റെ ആ ആകാംക്ഷയിൽ നിന്ന് ഉണ്ടായ പാട്ടാണ്. അവിടെ മറ്റൊരു ചാൻസ്, ഇന്ന് കരഞ്ഞ് വിതയ്ക്കുന്നു, പിന്നവർ ആർപ്പോട് കൊയ്യും. എന്നിട്ട് പറയുന്ന ഒരു, ഇന്ന് വിതയ്ക്കാത്ത മടിയന്മാർ അന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രിയമുള്ളവരെ, സുവിശേഷം വ്യക്തികളുടെ കടമയാണെന്ന് മാത്രമല്ല, സഭയ്ക്ക് അതിൽ വളരെ പ്രാധാന്യമുണ്ട്. അതിനായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ മുമ്പേ ധാരാളമൊക്കെ സുവിശേഷീകരണമൊക്കെ ചെയ്യുന്നുമുണ്ട്. കുറച്ചുകൂടെ ഉത്സാഹമായിട്ട് സുവിശേഷീകരണത്തിനായിട്ട് നമുക്ക് പോരാടാം. ദൈവത്തിന്റെ അതിവിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.